ഞാനിപ്പോൾ എയർ ഇന്ത്യ സാറ്റ്സിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല, ഇന്റർവ്യൂ നടത്താൻ പറ്റിയില്ല. അവര് പ്രോപ്പറായിട്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ മെത്തേഡും ചെയ്യാതെ അവര് ഇന്റർവ്യൂ വിളിച്ചിട്ട് അവര് പറഞ്ഞ് കുറേ പേര് വന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു അറൌണ്ട് 500+ ആൾക്കാർ വന്നു. ഈ വന്നവർക്കെല്ലാം മെയിലും തന്നിട്ടുണ്ട്. 9 മണിക്ക് ഈ ഒരു ഹോട്ടലിൽ വരണമെന്ന് പറഞ്ഞിട്ട് മെയിലും വന്നു. എല്ലാവരും വന്നു. ഇതൊരു വോക്കിൻ ഇന്റർവ്യൂ ആയിരുന്നു. അവസാനം അവര് ഈ റാം ജൂനിയർ അസിസ്റ്റന്റിന് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഇത്രയും പേര് ഇത്രയും ക്രൗഡ് ആയപ്പോഴത്തേക്കും അവർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രം നിന്നാൽ മതിയായി ഫ്രഷേഴ്സ് പോകാൻ പറഞ്ഞു. പക്ഷെ അവരെ കാണിച്ചിട്ടുള്ള പോസ്റ്ററിൽ റാം ജൂനിയർ അസിസ്റ്റന്റിന് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈവൻ +2 തൊട്ടുള്ള ആൾക്കാർക്ക് ചെല്ലാം, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക്. അപ്പോൾ അവർ എക്സ്പീരിയൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാർ വന്നു എന്ന് കണ്ടപ്പം ബാക്കിയുള്ളവരെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് അവർ എക്സ്പീരിയൻസ് വേണമെന്നാക്കി. സോ ഞാൻ അവരുടെ ക്രൗഡ് എത്രയാണെന്ന് ഞാനൊരു വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. സോ പ്ലീസ് എയർ ഇന്ത്യ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് CV ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. ദിസ് ഇസ് സോ ചീപ്പ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് പല ഹെൽത്ത് ഇഷ്യൂകൾ ഉണ്ടായിട്ടുണ്ട്.